ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു PSC ബിഗിനേഴ്സ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് വന്നിട്ട് കേരള ഭൂമിശാസ്ത്രത്തെക്കുറിച്ചാണ്. നമ്മളിപ്പോൾ ഈ കേരള അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ എക്സാം എഴുതിയപ്പോൾ നമുക്ക് എന്താ മനസ്സിലായത്? നമ്മൾ 10th ലെവലായപ്പോൾ അതിൻ്റെ മുകൾ ഭാഗം, എല്ലാത്തിൻ്റെയും മുകൾ ഭാഗം മാത്രം പഠിച്ചിട്ട് പോയപ്പോൾ അവരെന്ത് ചോദിച്ചു? എല്ലാത്തിനും ഉള്ളിൽ നിന്ന് ചോദിച്ചു. അപ്പോൾ നമുക്ക് മനസ്സിലായി 10th ആയാലും ഡിഗ്രി ആയാലും ഏതായാലും ഇപ്പോൾ PSC എല്ലാത്തിനും ഇമ്പോർട്ടൻ്റ് കൊടുക്കി അകത്ത് നിന്ന് ചോദിക്കാൻ തുടങ്ങി. മേലാടെ ചോദിക്കാതെ അകത്ത് നിന്ന് ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എല്ലാം പഠിക്കുന്ന പോലെ, ഡിഗ്രി എക്സാമിനൊക്കെ പഠിക്കുന്ന പോലെ തന്നെ ഉൾവശം കൂടി അറിഞ്ഞു വെക്കണം എന്ന് മനസ്സിലായി. നമ്മൾ ചോദിക്കില്ല എന്ന് വിചാരിച്ച ചോദ്യങ്ങളടക്കം വരാൻ തുടങ്ങി. വീണ്ടും അവർ റിപ്പീറ്റ് ചെയ്ത് ഇടാൻ തുടങ്ങി. നമ്മൾ സിലബസ് നിന്ന് കട്ടായി പോയെന്ന് വിചാരിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് അവർ വീണ്ടും വീണ്ടും ഇടാൻ തുടങ്ങിയത്. അപ്പോൾ നമ്മൾ ഏതും നന്നായി പഠിക്കണം. അപ്പോൾ നിങ്ങൾ വേറെ ഏതെങ്കിലുമൊക്കെ ക്ലാസ് ചെയ്യുന്നവരോ കോഴ്സ് കാണുന്നവരൊക്കെ ആയിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുക? നിങ്ങൾ വേറെ എന്തെങ്കിലും ജോലി ചെയ്യുമ്പോഴോ പിടിക്കുമ്പോഴോ ഈ ഫോൺ ഒരു ഭാഗത്ത് ഓൺ ചെയ്ത് വെച്ച് അത് വീണ്ടും 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 കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ പോയിന്റ് വൈസ് ആയിട്ടാണ് ഞാൻ ഇന്നത്തെ ക്ലാസ്സുമായിട്ട് വന്നിരിക്കുന്നത്. ചിലപ്പോൾ ഒരു തവണ എന്നല്ല, ഏതൊരു മനുഷ്യനായാലും 1ഉം 2ഉം തവണ കേൾക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ. പിന്നെ ഏതൊന്നും നമ്മൾ റിവിഷൻ ചെയ്യാണ്ട് നമുക്കത് ഫുള്ളായി മനസ്സിലാവണമെന്നില്ല. അപ്പോൾ കൂടെ റിവിഷനോടെ നമുക്കിപ്പോൾ റിവിഷൻ ചെയ്യാൻ ബുദ്ധിമുട്ടില്ല. ഫോണിൽ നെറ്റുള്ളവർക്ക് എന്താണ്, അത് നമ്മൾ വേറെ എന്തെങ്കിലും ജോലി ചെയ്യുമ്പോൾ അതൊന്ന് ഓൺ ചെയ്ത് വെച്ചാൽ നമുക്കത് റിവിഷൻ ചെയ്യാം. നമ്മൾ ക്ലാസ് പഠിക്കുന്നതിനോടൊപ്പം റിവിഷനും ചെയ്തുകൊണ്ട് പോകാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് നമ്മുടെ കേരള ഭൂമിശാസ്ത്രത്തെക്കുറിച്ച് പോവാം. ക്ലാസ്സിലേക്ക് കടക്കാം. ഫസ്റ്റ്, ഇന്ത്യൻ ഭൂഖണ്ഡത്തിൽ കേരളത്തിന്റെ സ്ഥാനം എവിടെയാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? ഇന്ത്യൻ ഭൂഖണ്ഡത്തിൽ കേരളത്തിന്റെ സ്ഥാനം എന്ന് പറയുന്നത് തെക്ക് പടിഞ്ഞാറായിട്ടാണ് വരുന്നത്. അതായത് ഇന്ത്യയുടെ തെക്ക് വശത്ത്, ഇങ്ങനെ തെക്ക് വശത്തായിട്ടാണ്, ഏറ്റവും താഴെയായിട്ടാണ് എന്ത് വരുന്നത്? നമ്മുടെ കേരളം വരുന്നത്. ആ തെക്ക് നമ്മൾ പറഞ്ഞു പടിഞ്ഞാറ് അറബിക്കടലാണെന്ന് നമ്മൾ എപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലേ? അപ്പോൾ തെക്ക് പടിഞ്ഞാറ്, ഏറ്റവും താഴെ പടിഞ്ഞാറ് വശത്തായിട്ടാണ് എന്ത് വരുന്നത്? നമ്മുടെ കേരളം വരുന്നത്. ഓക്കെ, ഇനി നമ്മുടെ അക്ഷാംശ സ്ഥാനത്തെ കുറിച്ച് നോക്കാം. എങ്ങനെയാണ് നമ്മുടെ കേരളത്തിന്റെ അക്ഷാംശ സ്ഥാനം വരുന്നത്? കേരളത്തിന്റെ അക്ഷാംശ സ്ഥാനം വരുന്നത് 8 ഡിഗ്രി 17 മിനിറ്റ് 30 സെക്കൻഡ് വടക്ക് മുതൽ, 17 മിനിറ്റ് 30 സെക്കൻഡ് വടക്ക് മുതൽ 12 ഡിഗ്രി 47 മിനിറ്റ് 40 വടക്ക് വരെയാണ്. അപ്പോൾ എങ്ങനെയാണ് കേരളത്തിന്റെ അക്ഷാംശീയ വ്യാപ്തി എത്രയാണ്? 8 ഡിഗ്രി 17 മിനിറ്റ് 30 സെക്കൻഡ് വടക്ക് മുതൽ 12 ഡിഗ്രി 47 മിനിറ്റ് 40 സെക്കൻഡ് വടക്ക് വരെയാണ് വരുന്നത്. 8 മുതൽ 12 വരെയുള്ള വരുന്നത് ഏകദേശം എത്ര ഡിഗ്രി വരുന്നുണ്ട്? 4 ഡിഗ്രിയുടെ വ്യത്യാസത്തിലാണ് കേരളത്തിന്റെ അക്ഷാംശീയ വ്യാപ്തി എന്ന് പറയുന്നത്. നമുക്കറിയാലോ, അക്ഷാംശ സ്ഥാനം എന്ന് പറയുന്നത് ഇങ്ങനെയും രേഖാംശ സ്ഥാനം എന്ന് പറയുന്നത് സ്ട്രൈറ്റ് ലൈൻ ആ ലെവലിലുമാണ് വരുന്നത്. ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ എന്നറിയാലോ. അപ്പൊ അക്ഷാംശം എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ലൈനും രേഖാംശം എന്ന് പറയുന്നത് വെർട്ടിക്കൽ ലൈനുമാണ് വരുന്നത്. നമ്മൾ ചിലപ്പോൾ അക്ഷാംശം എന്ന് കാണിച്ചു പറഞ്ഞാൽ നമ്മൾ എന്ത് വിചാരിക്കും? അക്ഷത്ത് നിന്ന് വരക്കുന്ന രേഖയായിരിക്കും അക്ഷാംശം എന്ന് ചിന്തിക്കും. അങ്ങനെയല്ല കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം, കേരളത്തിന്റെ അക്ഷാംശ വ്യാപ്തി എത്രയാണ്? 8 ഡിഗ്രി 17 മിനിറ്റ് 30 സെക്കൻഡ് വടക്ക് മുതൽ 12 ഡിഗ്രി 47 മിനിറ്റ് 40 വടക്ക് വരെയാണ് വരുന്നത്. അപ്പോൾ രേഖാംശ സ്ഥാനം എങ്ങനെയാണ് വരുന്നത്? 74 ഡിഗ്രി 27 മിനിറ്റ് 47 സെക്കൻഡ് കിഴക്ക് മുതൽ 77 ഡിഗ്രി 37 മിനിറ്റ് 12 കിഴക്ക് വരെയാണ് വരുന്നത്. എങ്ങനെയാണ്? 77 ഡിഗ്രി 37 മിനിറ്റ് 12 സെക്കൻഡ് കിഴക്ക് വരെയാണ് വരുന്നത്. 74 മുതൽ 77 വരെയാണ് രേഖാംശീയ വ്യാപ്തി എന്ന് പറയുന്നത്. രേഖാംശീയ വ്യാപ്തി എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിന്റെ ഈ വ്യാപ്തി എന്ന് പറയുന്നത് എത്ര വരുന്നത്? 74 മുതൽ 77 വരെയാണ്. അത് ഫുള്ളായിട്ട് തന്നെ നോക്കണം. 74 ഡിഗ്രി 27 മിനിറ്റ് 47 സെക്കൻഡ് കിഴക്ക് മുതൽ 77 ഡിഗ്രി 37 മിനിറ്റ് 12 കിഴക്ക് വരെയാണ് വരുന്നത്. കിഴക്ക് വരെയാണ് എന്ത് വരുന്നത്? നമ്മുടെ രേഖാംശ സ്ഥാനം എന്ന് പറയുന്നത്. അപ്പൊ ഇത് എന്തുകൊണ്ടാണെന്ന് നമുക്കറിയാലോ. നമ്മുടെ ഭൂമിയുടെ ഇങ്ങനെ ഇതാക്കി പറഞ്ഞാൽ ഈ കിഴക്ക് ഭാഗത്തായിട്ടാണ് നമ്മുടെ ഇന്ത്യ കിടക്കുന്നത്. അവിടെയാണ് കേരളം കിടക്കുന്നത്. അതുകൊണ്ടാണ് അത് കിഴക്ക് രേഖാംശമായത്. അതുപോലെ എന്തുകൊണ്ടാണ് വടക്ക് അക്ഷാംശമായത്?
ഭൂമധ്യരേഖ കണ്ടുപറഞ്ഞാൽ നമുക്ക് മനസ്സിലായി അത് വടക്ക് ഭാഗത്താണ് കിടക്കുന്നത്. അതുകൊണ്ടാണ് അക്ഷാംശ സ്ഥാനം വടക്കും രേഖാംശ സ്ഥാനം കിഴക്കും വന്നത്. ഓക്കെ, അതൊന്ന് ശ്രദ്ധിക്കുക. കേരളത്തിന്റെ വിസ്തീർണം എത്രയാണ്? 38,863 ചതുരശ്ര കിലോമീറ്റർ. എത്ര ആണ്? 38,863 ചതുരശ്ര കിലോമീറ്റർ ആണ് നമ്മുടെ കേരളത്തിന്റെ വിസ്തീർണം എന്ന് പറയുന്നത്. അപ്പൊ 38,863 ചതുരശ്ര കിലോമീറ്റർ ആണ് നമ്മുടെ കേരളത്തിന്റെ വിസ്തീർണം എന്ന് പറയുന്നത്. ഇത് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ റിപ്പോർട്ട് പ്രകാരം ഇപ്പൊ കേരള പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 38,852 എന്നാണ്. 52 ചതുരശ്ര കിലോമീറ്റർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ കേരളത്തിന്റെ വിസ്തീർണം എത്രയാണ് പറയുന്നത്? 38,863 ആണ്. 38,863 38863. ഓക്കെ. ഇന്ത്യൻ യൂണിയന്റെ വിസ്തൃതിയിൽ ആകെ എത്ര ശതമാനമാണ് നമ്മുടെ കേരളം വരുന്നത്? 1.18%. ഇന്ത്യൻ യൂണിയന്റെ വിസ്തൃതിയിൽ ആകെ 1.18% മാത്രമാണ് നമ്മുടെ കേരളം വരുന്നത്. ഇനി വിസ്തീർണത്തിൽ സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളത്തിന്റെ സ്ഥാനം എത്രയാണ്? 21ാം സ്ഥാനമാണ്. വിസ്തീർണത്തിൽ സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളത്തിന്റെ സ്ഥാനം എന്ന് പറയുന്നത് 81ാമതാണ്. അങ്ങനെ നോക്കണമെന്ന് ജനസംഖ്യാടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ കേരളത്തിന്റെ സ്ഥാനം എത്ര വരുന്നത്? 13 ആണ്. ജനസംഖ്യാടിസ്ഥാനത്തിൽ 13. അപ്പൊ ഇന്ത്യൻ യൂണിയന്റെ വിസ്തൃതിയിൽ ആകെ 1.18% മാത്രമാണ് നമ്മുടെ കേരളം ഉള്ളത്. അതിൽ വിസ്തീർണത്തിൽ സംസ്ഥാനങ്ങൾക്ക് മറ്റു സംസ്ഥാനങ്ങളുമായി കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ കേരളത്തിന്റെ സ്ഥാനം എന്ന് പറയുന്നത് 21 ആണ്. ജനസംഖ്യാടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ കേരളത്തിന്റെ സ്ഥാനം എത്ര വരുന്നത്? 13ാം സ്ഥാനമാണ് വരുന്നത്. എത്ര വരുന്നത്? 13ാം സ്ഥാനമാണ് വരുന്നത്. ഇനി നമുക്ക് കേരളത്തിന്റെ തെക്ക് വടക്ക് നീളം നോക്കാം. കേരളത്തിന്റെ തെക്ക് വടക്ക് നീളം എത്ര വരുന്നത്? കേരളത്തിന്റെ തെക്ക് വടക്ക് നീളം വരുന്നത് 560 കിലോമീറ്റർ ആണ്. എത്ര വരുന്നത്? 560 കിലോമീറ്റർ ആണ് തെക്ക് വടക്ക് നീളം വരുന്നത്. തീരദേശത്തിന്റെ നീളം നമുക്കറിയാലോ, ഇതാണ് തീരദേശത്തിന്റെ, ഇവിടെ അറബിക്കടലാണ് പറഞ്ഞാൽ ഇവിടെയാണ് തീരദേശം വരുന്നത്. തീരദേശത്തിന്റെ നീളം എത്ര വരുന്നത്? 590 കിലോമീറ്റർ ആണ്. കേരളത്തിന്റെ തെക്ക് വടക്ക് നീളം 560 കിലോമീറ്ററും തീരദേശത്തിന്റെ നീളം 590 കിലോമീറ്ററുമാണ്. ഇനി നമുക്ക് നമ്മുടെ കേരളത്തിന്റെ അതിർത്തികൾ നോക്കാം. വടക്ക് ഏതാണുള്ളത്? നമുക്കറിയാം, വടക്ക് നമ്മുടെ കർണാടകമാണുള്ളത്. തെക്ക് തമിഴ്നാടാണുള്ളത്. പടിഞ്ഞാറ് എന്താ ഉള്ളത്? അറബിക്കടൽ, മാഹി വന്നിട്ട് പോണ്ടിച്ചേരി നമ്മുടെ കേന്ദ്രഭരണ പ്രദേശമായ പോണ്ടിച്ചേരിയുടെ ഭാഗമാണ് മാഹി എന്ന് പറയുന്നത്. പിന്നെ കിഴക്കുള്ളത് സഹ്യാദ്രിയും പശ്ചിമഘട്ടവുമാണ്. കിഴക്ക് പശ്ചിമഘട്ടമാണ് ഉള്ളത്. അപ്പൊ നമുക്ക് നോക്കാം, ഒന്നുകൂടെ നോക്കാം. കേരളത്തിന്റെ അതിർത്തികൾ വടക്ക് കർണാടക, തെക്ക് തമിഴ്നാട്, പടിഞ്ഞാറ് മാഹി അറബിക്കടൽ, കിഴക്ക് സഹ്യാദ്രി, പശ്ചിമഘട്ടം. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. നമുക്ക് അപ്പോൾ കേരളത്തിന്റെ തെക്ക് വടക്ക് നീളം 560 എന്ന്, കേരളം തീരദേശത്തിന്റെ നീളം 590 എന്നുള്ളതും ഒന്ന് മാറിപ്പോവാതെ നോക്കുക. തെക്ക് വടക്ക് 560, തീരദേശം 590. ഇനി നമുക്കത് തീരദേശത്തിന്റെ 9 എന്നോ ആലോചിച്ചിരിക്കാൻ നമുക്കറിയാലേ, എത്ര ജില്ലകളാണ് കടലുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത്? 9 ജില്ലകളല്ലേ. അപ്പൊ 590 എന്നുള്ളത് അങ്ങനെ ഓർത്തു വെച്ചാൽ മതി. ഓക്കെ, നമുക്കറിയാം കേരളത്തിൽ ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം ഏതാണ്? തമിഴ്നാടാണ്. അത് നമ്മുടെ ഇന്ത്യ ഭൂപടം നോക്കിയാലേ നമുക്കറിയാം കേരളവുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം തമിഴ്നാടാണ്. അപ്പൊ തമിഴ്നാടായിട്ട് ഏതൊക്കെ ജില്ലകളാണ് അതിർത്തി പങ്കിടുന്നത്? ഏതൊക്കെ ജില്ലയാണ്? അപ്പൊ കിഴക്കുള്ള ജില്ലകളായിട്ട് ആ ബന്ധമുള്ളതായിട്ട് ശ്രദ്ധിച്ചാൽ മതി. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, തൃശ്ശൂര്, പാലക്കാട്, മലപ്പുറം, വയനാട്. ഏതൊക്കെയാണ്? തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, തൃശ്ശൂര്, പാലക്കാട്, മലപ്പുറം, വയനാട്. ഇവയൊക്കെയാണ് തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന ജില്ലകൾ. ഇനി കർണാടകയുമായി അതിർത്തി പങ്കിടുന്നതോ 3 ജില്ലയുള്ളൂ അല്ലെ? വയനാട്, കണ്ണൂര്, കാസർഗോഡ്. വയനാട്, കണ്ണൂര്, കാസർഗോഡ്. തിരുവനന്തപുരമായിട്ട് കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, തൃശ്ശൂര്, പാലക്കാട്, മലപ്പുറം, വയനാട്. കർണാടകയുമായിട്ട് വയനാട്, കണ്ണൂര്, കാസർഗോഡ്. അപ്പൊ ഈ 2 ജില്ലയുമായിട്ട് അതിർത്തി പങ്കിടുന്ന ആരാണുള്ളത്? വയനാടാണുള്ളത്. 2 ജില്ലയുമായിട്ട് അതിർത്തി പങ്കിടുന്നത് വയനാടാണുള്ളത്. ഇനി ഇവരായിട്ട് മറ്റ് ജില്ലകൾ ആരുമായിട്ട് മറ്റ് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടാത്ത കേരളത്തിലെ ജില്ല ഏതൊക്കെയാണ്? ആലപ്പുഴ, കോട്ടയം, കോഴിക്കോട്. ഏതൊക്കെയാണ്? ആലപ്പുഴ, കോട്ടയം, കോഴിക്കോട്. ഈ 3 സംസ്ഥാനങ്ങളാണ്
മറ്റ് ജില്ലകളുമായി അതിർത്തി പങ്കിടാത്ത ജില്ലകൾ എന്ന് പറയുന്നത് മറ്റ് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടാത്ത കേരളത്തിലെ ജില്ലകളാണ് ആലപ്പുഴ, കോട്ടയം, കോഴിക്കോട് എന്നിവ. ഇനി തമിഴ്നാട്, കർണാടക എന്നീ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല ഏതാണ്? അത് നമ്മൾ പറഞ്ഞു അല്ലെ, വയനാടാണ് എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ആ വയനാട്ടിലെ താലൂക്ക് ഏതാണ്? സുൽത്താൻ ബത്തേരി, ഗ്രാമപഞ്ചായത്ത് നൂൽപ്പുഴ. താലൂക്ക് സുൽത്താൻ ബത്തേരി, ഗ്രാമപഞ്ചായത്ത് നൂൽപ്പുഴ എന്നിവയാണ്. അതിർത്തി ഇല്ലാത്തതും മറ്റ് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടാത്തതുമായ കേരളത്തിലെ ജില്ലകളാൽ മാത്രം ചുറ്റപ്പെട്ടതുമായ ജില്ല ഏതാണ്? കോട്ടയം. അങ്ങനെയുള്ള ജില്ല ഏതാണ്? കോട്ടയമാണ്. അപ്പൊ നമുക്ക് ഒന്നുകൂടെ പറയാം. തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന ജില്ലകൾ എത്ര എണ്ണാണുള്ളത്? 8 എണ്ണാണ്. ഏതൊക്കെയാണ്? തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, വയനാട്. കർണാടകയുമായി അതിർത്തി പങ്കിടുന്നത് വയനാട്, കണ്ണൂർ, കാസർഗോഡ്. മറ്റു സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടാത്ത കേരളത്തിലെ ജില്ലകൾ ഏതൊക്കെയാണ്? ആലപ്പുഴ, കോട്ടയം, കോഴിക്കോട്. ആലപ്പുഴ, കോട്ടയം, കോഴിക്കോട് അതൊക്കെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ജില്ലകളാണ്. ഓക്കെ. തമിഴ്നാട്, കർണാടക എന്നീ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഏക ജില്ല ഏതാണ്? വയനാടാണ്. താലൂക്ക് സുൽത്താൻ ബത്തേരി, ഗ്രാമപഞ്ചായത്ത് നൂൽപ്പുഴയാണ്. സമുദ്രാതിർത്തി ഇല്ലാത്തതും മറ്റു സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടാത്തതുമായ കേരളത്തിലെ ജില്ലകളാൽ മാത്രം ചുറ്റപ്പെട്ടതുമായ ജില്ല ഏതാണ്? കോട്ടയമാണ്. അത് നമുക്കറിയാലേ, മറ്റു ജില്ലകളുടെ ഇടയ്ക്ക് കിടക്കുന്നതുകൊണ്ട് അത് എന്താണ്? മറ്റു സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്നില്ല. ഇനി കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന കേന്ദ്രഭരണ പ്രദേശത്തിന്റെ ഒരു ഭാഗം ഏതാണ്? മാഹി. അത് നമ്മൾ പറഞ്ഞു. നമ്മുടെ പടിഞ്ഞാറ് എവിടെയാണ്? മാഹിയും അറബിക്കടലാണെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു അല്ലെ. പുതുച്ചേരിയുടെ ഭാഗമായ മാഹി നമ്മുടെ കേരളത്തിൽ സ്ഥിതി ചെയ്യുന്നുണ്ടെന്ന്. ഇനി കേരളത്തിലെ ഒരു ജില്ലയായി മാത്രം അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ലകൾ ഏതൊക്കെയാണ്? കേരളത്തിലെ ഒരു ജില്ലയുമായി മാത്രം അതിർത്തി പങ്കിടുന്ന ജില്ലകളാണ് തിരുവനന്തപുരം, കാസർഗോഡും. നമുക്ക് ഏറ്റവും മേലെയുള്ള ജില്ലയും ഏറ്റവും താഴെയുള്ള ജില്ലയും ഒരു ജില്ലയായി മാത്രമാണ്. നമ്മുടെ കേരളത്തിന്റെ ഭൂപടം എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഒരു ജില്ലയായി മാത്രമാണ് അതിർത്തി പങ്കിടുന്നത്. ഇനി കേരളത്തിൽ കടൽ തീരമുള്ള ജില്ലകൾ എത്രയാണ്? 9. നമ്മൾ പറഞ്ഞു അല്ലെ, കടൽ തീരം എത്രയെന്ന് പറഞ്ഞു? 590 9 വെച്ച് ഓർത്തിരുന്നാൽ മതി എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ കേരളത്തിൽ കടൽ തീരമുള്ള ജില്ലകളാണ് 9. ഏതൊക്കെയാണ്? തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശ്ശൂര്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂര്, കാസർഗോഡ്. ഏതൊക്കെയാണ്? തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശ്ശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്. ഈ 9 ജില്ലകളാണ് കടൽ തീരമുള്ള ജില്ലകൾ. ഇനി കടൽ തീരം ഇല്ലാത്ത 5 ജില്ലകൾ ഏതൊക്കെയാണ്? പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം, പാലക്കാട്, വയനാട്. പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം, പാലക്കാട്, വയനാട്. നമുക്കറിയാലോ, വയനാട്ടിൽ കാടാണുള്ളതെന്ന് പറയാം. പാലക്കാട് എല്ലാവിടെയും പറയും. പാലക്കാടിൽ ആകെ ചൂട് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല എന്ന് നമ്മൾ പറയില്ലേ. സുനാമി അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും പാലക്കാടില്ല എന്ന് പറയില്ല. അപ്പോൾ പാലക്കാടും ഇല്ല. പിന്നെ പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം. ഇടുക്കി നമ്മൾ പറഞ്ഞു, എന്താണ് പറഞ്ഞത്? ജില്ലകളാൽ മാത്രം ചുറ്റപ്പെട്ട് കിടക്കുകയാണ് പറഞ്ഞു. ഇടുക്കിയിലും ഇല്ല. അതുപോലെ കോട്ടയത്തും പത്തനംതിട്ടയിലും എന്തില്ല? കടൽ തീരമില്ല. ഇനി കേരള സംസ്ഥാനം രൂപം കൊണ്ടത് എപ്പോഴാണ്? 1956 നവംബർ 1-നാണ്. കേരളം മാത്രമല്ല, സംസ്ഥാനങ്ങളെല്ലാം രൂപം കൊണ്ടത് ഏത് വർഷത്തിലാണ്? 1956 നവംബർ 1-നാണ് സംസ്ഥാനങ്ങൾ രൂപം കൊണ്ടത്. ഇന്ത്യയിൽ സംസ്ഥാനങ്ങൾ രൂപം കൊണ്ടത് അല്ലെ. അപ്പൊ കേരള സംസ്ഥാനം രൂപം കൊണ്ടത് 1956 നവംബർ 1-നായിരുന്നു. അത് രൂപീകൃതമായപ്പോൾ 5 ജില്ലകളാണ് ഉണ്ടായിരുന്നത്. എത്ര ജില്ലകളാണ്? 5 കോട്ടയം, ഏതൊക്കെയായിരുന്നു? തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, തൃശ്ശൂര്, മലബാർ. ഇപ്പൊ മലബാർ ഇല്ല അല്ലെ. അപ്പോൾ തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, തൃശ്ശൂര്, മലബാർ എന്നിവയായിരുന്നു ആ ജില്ലകൾ എന്ന് പറയുന്നത്. കേരളം രൂപീകൃതമായപ്പോൾ ഉണ്ടായിരുന്ന 5 ജില്ലകൾ അതൊക്കെയാണ്. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, തൃശ്ശൂര്, മലബാർ എന്നിവയായിരുന്നു. ഇപ്പൊ കേരളത്തിൽ എത്ര ജില്ലയുണ്ട്? നിലവിൽ 14 ജില്ലകളാണ് കേരളത്തിലുള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ്? ഇടുക്കിയാണ്. പക്ഷെ 2023 മുൻപ് വരെ അത് പാലക്കാടായിരുന്നു. ഏറ്റവും വലിയ ജില്ല ഏതാണ്? പാലക്കാട് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇപ്പൊ ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല എന്ന് പറയുന്നത് ഇടുക്കിയാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ്? അത് ആലപ്പുഴയാണ് അല്ലെ. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ലയാണ് ആലപ്പുഴ എന്ന് പറയുന്നത്.
ഇനി ഏറ്റവും അവസാന രൂപം കൊണ്ട ജില്ല ഏതാണ്? കാസർഗോഡ്. കേരളത്തിൽ ഏറ്റവും അവസാനം രൂപം കൊണ്ട ജില്ലയാണ് കാസർഗോഡ്. ഇനി കേരളത്തിന്റെ തലസ്ഥാനമോ? തിരുവനന്തപുരം. അതെല്ലാവർക്കും അറിയാം. കേരളത്തിന്റെ തലസ്ഥാനം തിരുവനന്തപുരമാണ്. ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളിൽ കേരളത്തിന്റെ സ്ഥാനം എന്ന് പറയുന്നത് 13 നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, ജനസാന്ദ്രതയുടെ അടിസ്ഥാനത്തിൽ കേരളത്തിന്റെ സ്ഥാനം 3-ാം സ്ഥാനമുള്ളത്. ജനസാന്ദ്രതയുടെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ ജനസാന്ദ്രത എങ്ങനെയാണ്? 859 ചതുരശ്ര കിലോമീറ്ററിനാണ് കണക്കാക്കുന്നത്. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിന്റെ സ്ഥാനം എന്ന് പറയുന്നത് എത്രയാണ്? 3-ാം സ്ഥാനമാണ്. 1-ാം സ്ഥാനം ബീഹാറും 2-ാം സ്ഥാനം പശ്ചിമ ബംഗാളുമാണ്. ഇനി നമുക്ക് ഇവയിൽ കുറവ് കൂടുതൽ എന്നുള്ള രീതിയിൽ പഠിക്കാം. അതിൽ ജനസംഖ്യ നോക്കാം. ജനസംഖ്യ ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതാണ്? മലപ്പുറം. അത് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. ഏറ്റവും കൂടുതലുള്ളത് മലപ്പുറവും. ജനസംഖ്യ ഏറ്റവും കുറവുള്ള ജില്ല എന്ന് പറയുന്നത് വയനാടുമാണ്. അതിങ്ങനെ ചിന്തിച്ചാൽ മതി. അവിടെ നിറയെ കാടായതുകൊണ്ട് അവിടെ അങ്ങനെ ആൾക്കാരുണ്ടാവില്ല എന്ന് ചിന്തിച്ചാൽ മതി. അപ്പൊ ജനസംഖ്യ ഏറ്റവും കൂടുതലുള്ള ജില്ല മലപ്പുറവും ഏറ്റവും കുറവുള്ള ജില്ല വയനാടുമാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുള്ള ജില്ല ഏതാണ്? ഏറ്റവും ജനങ്ങൾ ഉണ്ടായാലല്ലേ അവിടെ പഞ്ചായത്തും ഗ്രാമവും ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പൊ ഏറ്റവും ജനസംഖ്യയുള്ള ജില്ല തന്നെയാണ് ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ലയും അത് തന്നെയാണ് മലപ്പുറം. എത്ര ഗ്രാമപഞ്ചായത്താണ് ഉള്ളത്? 94 ഗ്രാമപഞ്ചായത്താണ് ഉള്ളത്. അതുപോലെ ഏറ്റവും കുറവ് ഗ്രാമപഞ്ചായത്ത് ഉള്ളത്, ഏറ്റവും കുറവ് മനുഷ്യന്മാരുള്ള ജനസംഖ്യയുള്ള ജില്ലയായ വയനാട് തന്നെയാണ്. 23 ഗ്രാമപഞ്ചായത്തുകളാണ് ഉള്ളത്. അപ്പോൾ മലപ്പുറത്ത് 94, വയനാട് 23 ഗ്രാമപഞ്ചായത്തുകളാണ് ഉള്ളത്. ഇനി കേരളത്തിലെ ഏറ്റവും വിസ്തീർണം കൂടിയ മുനിസിപ്പാലിറ്റി ഏതാണ്? തിരുവനന്തപുരം. കേരളത്തിലെ ഏറ്റവും വിസ്തീർണം കൂടിയ മുനിസിപ്പാലിറ്റി എന്ന് പറയുന്നത് തിരുവനന്തപുരമാണ്. കേരളത്തിൽ ഏറ്റവും കുറവ് വിസ്തീർണമുള്ള മുനിസിപ്പാലിറ്റി ആലുവയാണ്. ഏതാണ്? ആലുവ. ഏറ്റവും വലുത് തിരുവനന്തപുരം, ചെറുത് ആലുവ. കേരളത്തിലെ ഏറ്റവും വലിയ താലൂക്ക് ഏതാണ്? ഏറനാട്. ഏറനാട് എവിടെയാണ്? മലപ്പുറത്താണ്. ഏറനാട് വള്ളനാട് എന്നൊക്കെ പറയില്ല. അതുപോലെ കേരളത്തിലെ ഏറ്റവും വലിയ താലൂക്ക് ഏറനാട്, മലപ്പുറം. കേരളത്തിലെ ഏറ്റവും ചെറിയ താലൂക്ക് കുന്നത്തൂർ, കൊല്ലമാണ്. അപ്പൊ ഏറ്റവും വലിയ താലൂക്ക് ഉള്ളത് മലപ്പുറത്തും ഏറ്റവും ചെറുതുള്ളത് കുന്നത്തൂർ, കൊല്ലത്തിലുമാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ താലൂക്കുകളുള്ള ജില്ല ഏതാണ്? മലപ്പുറം. ഏറ്റവും കൂടുതൽ താലൂക്കുകളുള്ള ജില്ല മലപ്പുറമാണ്. ഏറ്റവും കൂടുതൽ താലൂക്കുകളുള്ള ജില്ല ഏതാണ്? മലപ്പുറം. പിന്നെ എറണാകുളം, തൃശ്ശൂർ, അവിടേക്ക് എത്ര താലൂക്കുകളുണ്ട്? 7 താലൂക്കുകളാണ് ഉള്ളത് കേട്ടോ. ഏറ്റവും വലിയ താലൂക്കാണ് മലപ്പുറത്ത്. ഏറ്റവും കൂടുതൽ താലൂക്കുകളുള്ള ജില്ലകൾ മലപ്പുറം, എറണാകുളം, തൃശ്ശൂർ എന്നിവയാണ്. ഏറ്റവും വലുത് മലപ്പുറം. ഏറ്റവും കൂടുതൽ 7 ഉള്ളത് എവിടേക്കാണ്? മലപ്പുറം, എറണാകുളം, തൃശ്ശൂർ എന്നിവയാണ്. ഏറ്റവും കുറവ് താലൂക്കുള്ള എവിടെയാണ്? വയനാടാണ് അല്ലേ. നമ്മൾ പറഞ്ഞു ജനസംഖ്യ ഏറ്റവും കുറവുള്ള അവിടെ തന്നെയാണ് എന്തുള്ളത്? താലൂക്ക് കുറവുള്ളത്. അതുപോലെ ഗ്രാമപഞ്ചായത്ത് കുറവുള്ളത്. പിന്നെ ജനസംഖ്യ കുറവുള്ളതൊക്കെ വയനാടാണ്. അതുപോലെ ജനസംഖ്യ കൂടുതലുള്ളത്, ഗ്രാമപഞ്ചായത്ത് കൂടുതലുള്ളത്, ഏറ്റവും വലിയ താലൂക്കുള്ളത്, താലൂക്കുകൾ കൂടുതലുള്ളതൊക്കെ എവിടെയാണ്? മലപ്പുറത്താണ്. ജനസംഖ്യയുമായി ബന്ധിപ്പിച്ചിട്ട് അത് ഓർത്തു വെച്ചാൽ മതി. ജനസംഖ്യ ഏറ്റവും കൂടുതലുള്ള താലൂക്ക് ഏതാണ്? ജനസംഖ്യ ഏറ്റവും കൂടുതലുള്ള താലൂക്ക് കോഴിക്കോടാണ്. ഏറ്റവും കൂടുതൽ താലൂക്കുകൾ ഉള്ളത് മലപ്പുറവും ഏറ്റവും വലിയ താലൂക്കുള്ളത് മലപ്പുറവുമാണ്. പക്ഷെ ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ള താലൂക്ക് ഏതാണ്? ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ള താലൂക്കാണ് കോഴിക്കോട് എന്ന് പറയുന്നത്. ഏറ്റവും വലുതുമല്ല, ഏറ്റവും കൂടുതലുള്ളതുമല്ല, ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ള താലൂക്ക് എന്ന് ചോദിച്ചാൽ അത് കോഴിക്കോടാണ്. ജനസംഖ്യ ഏറ്റവും കുറവുള്ള താലൂക്ക് ഏതാണ്? മല്ലമ്പള്ളി. ജനസംഖ്യ ഏറ്റവും കുറവുള്ള താലൂക്ക് മല്ലമ്പള്ളിയാണ്. ജനസംഖ്യ വളർച്ചാ നിരക്ക് ഏറ്റവും കൂടുതലുള്ള ജില്ല മലപ്പുറം തന്നെയാണ്. ജനസംഖ്യ വളർച്ചാ നിരക്ക് ഏറ്റവും കൂടുതലുള്ള ജില്ലയും മലപ്പുറം തന്നെയാണ്. ജനസംഖ്യ വളർച്ചാ നിരക്ക് ഏറ്റവും കുറവുള്ള ജില്ല എന്ന് പറയുന്നത് പത്തനംതിട്ടയാണ്. ജനസംഖ്യ ഏറ്റവും കൂടുതലുള്ള വില്ലേജ് ഏതാണ്? കണ്ണൻദേവൻ ഹിൽസ് ആണ്. ജനസംഖ്യ ഏറ്റവും കൂടുതലുള്ള വില്ലേജ് എന്ന് പറയുന്നത് കണ്ണൻദേവൻ ഹിൽസ് ആണ്. ജനസംഖ്യ ഏറ്റവും കുറവുള്ള വില്ലേജ് എന്ന് പറയുന്നത് മ്ലാപ്പാറയാണ്. ഏറ്റവും കുറവുള്ള വില്ലേജ് എന്ന് പറയുന്നത് മ്ലാപ്പാറയാണ്. ഇനി ഏറ്റവും ജനസംഖ്യയുള്ള കോർപ്പറേഷൻ ഏതാണ്? തിരുവനന്തപുരമാണ്. ഏറ്റവും ജനസംഖ്യയുള്ള കോർപ്പറേഷൻ തിരുവനന്തപുരം. ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ കോർപ്പറേഷൻ തൃശ്ശൂർ. ഏറ്റവും ജനസംഖ്യയുള്ള കോർപ്പറേഷൻ തിരുവനന്തപുരം. ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ കോർപ്പറേഷൻ തൃശ്ശൂരാണ്. ജനസാന്ദ്രത ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതാണ്? ജനസാന്ദ്രത ഏറ്റവും കൂടുതലുള്ള തിരുവനന്തപുരമാണ്. ജനസാന്ദ്രത ഏറ്റവും കുറവുള്ള ജില്ല എന്ന് പറയുന്നത് ഇടുക്കിയാണ്.
ഇനി ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ നഗരവാസികളുള്ള ജില്ല ഏതാണ്? എറണാകുളം. ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ നഗരവാസികളുള്ള ജില്ല എന്ന് പറയുന്നത് എറണാകുളമാണ്. ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കുറവ് നഗരവാസികളുള്ള ജില്ല പത്തനംതിട്ടയാണ്. ഇനി നമുക്ക് പട്ടികജാതിക്കാര് പട്ടികവർഗക്കാർ അവരെവിടെയൊക്കെയാണ് കൂടുതൽ കുറവെന്ന് നോക്കാം. പട്ടികജാതിക്കാർ എവിടെ കൂടുതൽ? പാലക്കാടാണ്. പട്ടികവർഗക്കാരോ? വയനാടാണ്. അപ്പൊ പട്ടികജാതിക്കാർ ഏറ്റവും കൂടുതലുള്ള ജില്ല പാലക്കാട്. പട്ടികജാതിക്കാർ ഏറ്റവും കൂടുതലുള്ള ജില്ല പാലക്കാട്. ഏറ്റവും കുറവുള്ള ജില്ല വയനാട്. പട്ടികജാതി നിരക്ക് ഏറ്റവും കൂടുതലുള്ള ജില്ല എവിടെയാണ്? പാലക്കാട്. പട്ടികജാതി നിരക്ക് ഏറ്റവും കുറവുള്ള ജില്ല എന്ന് പറയുന്നത് കണ്ണൂരാണ്. കണ്ണൂര്. ഇനി പട്ടികവർഗക്കാർ ഏറ്റവും കൂടുതലുള്ള ജില്ല വയനാട്. പട്ടികവർഗക്കാർ ഏറ്റവും കുറവുള്ള ജില്ല ആലപ്പുഴ. പട്ടികവർഗ നിരക്ക് ഏറ്റവും കൂടുതലുള്ള ജില്ല വയനാട്. പട്ടികവർഗ നിരക്ക് ഏറ്റവും കുറവുള്ള ജില്ല ആലപ്പുഴ. അതായത് നിരക്ക് ഏറ്റവും കൂടുതൽ ചോദിച്ചു പറഞ്ഞാൽ ഏറ്റവും ആൾക്കാർ എവിടെ, പട്ടികജാതിക്കാർ എവിടെയാണ് കൂടുതലുള്ളത്? പാലക്കാടിലാണ് പറഞ്ഞാൽ അവിടെ തന്നെയാണ് നിരക്കും കൂടുതൽ ഉണ്ടാവുക. അതുപോലെ പട്ടികവർഗക്കാർ എവിടെയാണ് കൂടുതലുള്ളത്? വയനാട്ടിലാണ്. അവിടെ തന്നെയാണ് പട്ടികവർഗ നിരക്ക് കൂടുതൽ ഉണ്ടാവുക. അവിടെ തന്നെയാണ്, വയനാട് തന്നെയാണ് ഉണ്ടാവുക. പക്ഷെ കുറവ് നോക്കുമ്പോൾ എങ്ങനെയാണ്? പട്ടികജാതി നിരക്ക് ഏറ്റവും കുറവുള്ള ജില്ല എന്ന് പറയുന്നത് കണ്ണൂരാണ്. പക്ഷെ പട്ടികജാതിക്കാർ ഏറ്റവും കുറവുള്ള ജില്ല വയനാടാണ്. അതുപോലെ പട്ടികവർഗക്കാർ ഏറ്റവും കുറവുള്ള ജില്ല ആലപ്പുഴയാണ്. പട്ടികവർഗ നിരക്ക് ഏറ്റവും കുറവുള്ള ജില്ല ആലപ്പുഴ തന്നെയാണ്. അടുത്തത്, ഇനി എത്ര ജില്ലകളുണ്ട് എന്ന് നമ്മൾ പറഞ്ഞത്? കേരളത്തിൽ 14 ജില്ലകളുണ്ട്. അപ്പൊ ആ 14 ജില്ലകളിൽ 14 ജില്ലാ പഞ്ചായത്താണുള്ളത്. അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. 14 ജില്ലകളിൽ 14 ജില്ലാ പഞ്ചായത്താണുള്ളത്. ഇപ്പൊ എത്ര ബ്ലോക്ക് പഞ്ചായത്ത് ഉണ്ട്? 152 ബ്ലോക്ക് പഞ്ചായത്തുകളാണുള്ളത്. അപ്പൊ 14 ജില്ലകള്, 14 ജില്ലാ പഞ്ചായത്ത്. എത്ര ബ്ലോക്ക് പഞ്ചായത്താണുള്ളത്? 152 ബ്ലോക്ക് പഞ്ചായത്തുകള്, 941 ഗ്രാമപഞ്ചായത്തുകൾ, 27 റവന്യൂ ഡിവിഷന്, റവന്യൂ വില്ലേജ് ഗ്രൂപ്പ് റവന്യൂ വില്ലേജ് എത്രയാണ്? ഗ്രൂപ്പ് വില്ലേജുകൾ ഉൾപ്പെടെ 1664 ബേസ്ഡ് ഓൺ കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് എക്കണോമിക്സ് റിവ്യൂ 2018 ആൻഡ് റവന്യൂ ഗേറ്റ്സ് 2019 കണക്കനുസരിച്ചാണ്. റവന്യൂ വില്ലേജ് ഗ്രൂപ്പ് വില്ലേജുകൾ എത്രയുള്ളത്? 1664. ഒന്നുകൂടെ പറയാം. ജില്ല 14, ജില്ലാ പഞ്ചായത്ത് 14, ബ്ലോക്ക് പഞ്ചായത്ത് 152, ഗ്രാമപഞ്ചായത്ത് 941, റവന്യൂ ഡിവിഷൻ 27, റവന്യൂ വില്ലേജ് ഗ്രൂപ്പ് വില്ലേജുകൾ 1664. അടുത്തത് താലൂക്ക് എത്ര ഉള്ളത്? 78 താലൂക്കുകൾ, 78 താലൂക്ക്. കോർപ്പറേഷൻ ഏതൊക്കെയാണ്? 6 കോർപ്പറേഷനാണ് ഉള്ളത്. ഏതൊക്കെയാണ് കോർപ്പറേഷൻ ഉള്ളത്? തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട്, കൊല്ലം, തൃശ്ശൂർ, കണ്ണൂർ. ഏതൊക്കെയാണ് കോർപ്പറേഷൻ ഉള്ളത്? തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട്, കൊല്ലം, തൃശ്ശൂർ, കണ്ണൂർ എന്നിവയാണ് കോർപ്പറേഷനുകൾ. 6 കോർപ്പറേഷൻ. നഗരസഭ മുനിസിപ്പാലിറ്റികൾ എത്രയാണ്? 87 മുനിസിപ്പാലിറ്റികളാണുള്ളത്. 87 മുനിസിപ്പാലിറ്റി. കണ്ടോൺമെന്റ് എത്രയാണ്? 1 ആണ് അല്ലെ? കണ്ണൂർ. ഒരു കണ്ടോൺമെന്റ് ഉള്ളൂ, കണ്ണൂര്. ലോക്സഭാ മണ്ഡലങ്ങൾ 20, ലോക്സഭാ സീറ്റുകൾ 20. ലോക്സഭാ സംവരണ സീറ്റുകൾ ഏതൊക്കെയാണ്? 2 എണ്ണമാണ്. 1 ആലത്തൂരും 2 മാവേലിക്കരയും. രാജ്യസഭാ സീറ്റുകൾ 9, നിയമസഭാ മണ്ഡലങ്ങൾ 140, നിയമസഭാ അംഗങ്ങൾ 140. നിയമസഭ പട്ടികജാതി സംവരണ സീറ്റുകൾ 14, പട്ടികവർഗ സംവരണ സീറ്റുകൾ 2. ഏതാണ്? സുൽത്താൻ ബത്തേരി, മാനന്തവാടി. കേരളത്തിലെ തെക്കേ അറ്റത്തെ ജില്ല ഏതാണ്? തിരുവനന്തപുരം, വടക്ക് കാസർഗോഡ്. കേരളത്തിലെ തെക്കേ അറ്റത്തുള്ള താലൂക്ക് നെയ്യാറ്റിൻകര, വടക്ക് മഞ്ചേശ്വരം. കേരളത്തിലെ തെക്കേ അറ്റത്തുള്ള അസംബ്ലി മണ്ഡലം പാറശാല, വടക്ക് മഞ്ചേശ്വരം. കേരളത്തിലെ തെക്കേ അറ്റത്തുള്ള ലോക്സഭാ മണ്ഡലം തിരുവനന്തപുരം, വടക്ക് കാസർഗോഡ്. കേരളത്തിലെ തെക്കേ അറ്റത്തുള്ള ഗ്രാമപഞ്ചായത്ത് പാറശാല, വടക്ക് മഞ്ചേശ്വരം. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള ഗ്രാമം കളിയിക്കാവിള, വടക്ക് തലപ്പാടി. കേരളത്തിലെ തെക്കേ അറ്റത്തുള്ള കോർപ്പറേഷൻ തിരുവനന്തപുരം, വടക്ക് കണ്ണൂര്. ഇത് വടക്ക് തെക്കെന്ന് പഠിച്ച് ശ്രദ്ധിച്ച് തന്നെ പഠിക്കണം. നമുക്ക് ജില്ലകൾ അറിയാം. തിരുവനന്തപുരം, കാസർഗോഡ് ആണ്. തെക്ക് തിരുവനന്തപുരം, വടക്ക് കാസർഗോഡ് എന്നറിയാം. താലൂക്ക് ഏതാണ്? തെക്കുള്ള താലൂക്കാണ് നെയ്യാറ്റിൻകര. വടക്കുള്ളതാണ് മഞ്ചേശ്വരം. വടക്ക് മഞ്ചേശ്വരമാണ്.
തെക്കുള്ള താലൂക്ക് എന്ന് പറയുന്നത് നെയ്യാറ്റിൻകരയാണ്. അതുപോലെ തെക്കേ അറ്റത്തുള്ള അസംബ്ലി മണ്ഡലം എന്ന് പറയുന്ന പാറശാലയും വടക്കുള്ള അസംബ്ലി മണ്ഡലം എന്ന് പറയുന്ന മഞ്ചേശ്വരവുമാണ്. തെക്കേ അറ്റത്തുള്ള ലോക്സഭാ മണ്ഡലം തിരുവനന്തപുരവും വടക്കേ അറ്റത്തുള്ള ലോക്സഭാ മണ്ഡലം കാസർഗോഡുമാണ്. കേരളത്തെ തെക്കേ അറ്റത്തുള്ള ഗ്രാമപഞ്ചായത്ത് പാറശാലയും വടക്കേ അറ്റത്തുള്ള ഗ്രാമപഞ്ചായത്ത് മഞ്ചേശ്വരവുമാണ്. കേരളത്തിലെ തെക്കേ അറ്റത്തുള്ള ഗ്രാമം കളിയിക്കാവിളയും വടക്കേ അറ്റത്തുള്ള ഗ്രാമം എന്ന് പറയുന്നത് തലപ്പാടിയുമാണ്. ഗ്രാമത്തിനാണ് ഇങ്ങനെയുള്ള പേര് വെക്കുക എന്നുള്ള ചിന്തയിൽ ഓർത്ത് വെച്ചാൽ മതി. കളിയിക്കാവിള, തലപ്പാടി എന്നൊക്കെ. തലയിലുള്ളത് അതായത് വടക്കുള്ളത് തലപ്പാടി, കളിയിക്കാവിള താഴെയുള്ളത് തെക്കുള്ളത് എന്ന് ഓർത്ത് വെച്ചാൽ മതി. കേരളത്തിൽ തെക്കേ അറ്റത്തുള്ള കോർപ്പറേഷൻ തിരുവനന്തപുരം, വടക്കുള്ളത് കണ്ണൂരുമാണ്. അപ്പൊ കോർപ്പറേഷൻ എന്ന് പറയുമ്പോൾ തിരുവനന്തപുരം, കണ്ണൂര്. കേരളത്തെ തെക്കേ അറ്റത്തെ നിയമസഭാ മണ്ഡലം ഏതാണ്? നെയ്യാറ്റിൻകരയാണ്. വടക്ക് മഞ്ചേശ്വരമാണ്. തെക്കേ അറ്റത്തെ നിയമസഭാ മണ്ഡലം നെയ്യാറ്റിൻകര, വടക്ക് മഞ്ചേശ്വരം. കേരളത്തിലെ തെക്കേ അറ്റത്തെ വന്യജീവി സങ്കേതം ഏതാണ്? നെയ്യാർ വന്യജീവി സങ്കേതമാണ്. വടക്ക് ആറളമാണ്. കേരളത്തിലെ തെക്കേ അറ്റത്തെ വന്യജീവി സങ്കേതം എന്ന് പറയുന്നത് നെയ്യാറും വടക്കേ അറ്റത്തെ വന്യജീവി സങ്കേതം എന്ന് പറയുന്നത് ആറളമാണ്. കേരളത്തിലെ തെക്കേ അറ്റത്തെ നദി ഏതാണ്? നെയ്യാറാണ്. വടക്കേ അറ്റത്തെ നദി എന്ന് പറയുന്നത് മഞ്ചേശ്വരം പുഴയാണ്. കേരളത്തിലെ തെക്കേ അറ്റത്തെ തടാകം വേളിക്കായലാണ്. വടക്ക് ഉപ്പളക്കായലാണ്. കേരളത്തെ തെക്കേ അറ്റത്തെ തടാകം വേളിയാണ്. വടക്ക് ഉപ്പളക്കായലാണ്. കേരളത്തിലെ തെക്കേ അറ്റത്തെ ശുദ്ധജല തടാകം ഏതാണ്? വെള്ളായണിക്കായലാണ്. വടക്ക് പൂക്കോട്ട് തടാകമാണ്. കേരളത്തിലെ തെക്കേ അറ്റത്തെ ശുദ്ധജല തടാകം വെള്ളായണിക്കായലും വടക്ക് പൂക്കോട്ട് തടാകവുമാണ്. ഇനി കേരളത്തിലെ സ്ത്രീ പുരുഷ അനുപാതം നോക്കാം. എത്രയാണ്? 1084 1000 എന്നുള്ള കണക്കിലാണ് കേരളത്തിലെ സ്ത്രീ പുരുഷ അനുപാതം എന്ന് പറയുന്നത്. ഇത് 2011 സെൻസസ് പ്രകാരമാണ്. 1084 1000 പുരുഷന്മാർ എന്ന ലെവലില് സ്ത്രീ പുരുഷ അനുപാതം. സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതാണ്? കണ്ണൂരാണ്. 1136 1000 എന്ന ലെവലില് ഏറ്റവും കൂടുതൽ സ്ത്രീ പുരുഷ അനുപാതം ഉള്ളത് കണ്ണൂരിനാണ്. ഏറ്റവും കുറവ് സ്ത്രീ പുരുഷ അനുപാതം ഉള്ള എവിടെയാണ്? ഇടുക്കിയിലാണ്. 1006 1000 എന്ന കണക്കില്. കേരളത്തിലെ കുട്ടികളുടെ ലിംഗാനുപാതം എത്രയാണ്? 964 ആണ്. അത് 2011 സെൻസസ് പ്രകാരമാണ്. ഇനി നമുക്ക് നോക്കാം. കേരളത്തിൽ വനപ്രദേശം കൂടുതലുള്ള ജില്ല ഏതാണ്? ഇടുക്കിയാണ്. വനപ്രദേശം കുറവുള്ള ജില്ല ആലപ്പുഴയാണ്. കേരളത്തിൽ വനപ്രദേശം കൂടുതലുള്ള ജില്ല ഇടുക്കി, വനപ്രദേശം കുറവുള്ള ജില്ല ആലപ്പുഴയാണ്. കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന 3 നദികൾ ഏതൊക്കെയാണ്? കബനി, ഭവാനി, പാമ്പാറാണ്. നദികളുടെ എണ്ണം 44 ആണ്. പടിഞ്ഞാറോട്ട് എത്ര എണ്ണം ഒഴുകുന്നുണ്ട്? 41 എണ്ണമാണ്. ഏറ്റവും നീളം കൂടിയ നദി പെരിയാറാണ്. 244 കിലോമീറ്റർ ഒഴുകുന്നുണ്ട്. കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ നദി മഞ്ചേശ്വരം പുഴയാണ്. 16 കിലോമീറ്റർ ആണ് ഒഴുകുന്നത്. ഏറ്റവും വടക്കേ അറ്റത്തുള്ള നദി എന്ന് പറയുന്നത് മഞ്ചേശ്വരമാണ്. ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദി എന്ന് പറയുന്നത് നെയ്യാറാണ്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞത് ഇതിനെ കുറിച്ചിട്ടോ നദികളെ കുറിച്ചിട്ടൊക്കെ വിശദീകരിച്ച് ക്ലാസ് എടുക്കുന്നുണ്ടാവും. ഇതിപ്പോ നമ്മൾ ഒരു 1 വേർഡ് എന്നുള്ള ലെവലിലാണ് എല്ലാം പറഞ്ഞു പോകുന്നത്. അതിനുശേഷം ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ ഇതിന് ശേഷം ഉണ്ടാവും. അപ്പൊ ഇനി നമുക്ക് കേരളത്തിന്റെ ഔദ്യോഗികമായ പുഷ്പം ഏത്, വൃക്ഷം ഏത് എന്നൊക്കെ നമുക്ക് നോക്കാം. നമ്മുടെ ഔദ്യോഗിക മൃഗം ഏതാണ്? നമുക്കറിയാലേ, ആനയാണ് നമ്മുടെ ഔദ്യോഗിക മൃഗം എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷി ഏതാണ്? മലമുഴക്കി വേഴാമ്പൽ. പക്ഷി മലമുഴക്കി വേഴാമ്പലാണ്. വൃക്ഷം ഏതാണ് വരുന്നത്? തെങ്ങ്. നമ്മുടെ ഔദ്യോഗിക വൃക്ഷം തെങ്ങ്. ഔദ്യോഗിക മത്സ്യം കരിമീൻ. ഔദ്യോഗിക പുഷ്പം കണിക്കൊന്ന. ഔദ്യോഗിക പാനീയം ഇളനീര്. ഔദ്യോഗിക ഫലം ചക്ക. ഔദ്യോഗിക ചിത്രശലഭം ബുദ്ധമയൂരി. ഔദ്യോഗിക തവള പാതാളത്തവള. ഔദ്യോഗിക മുദ്ര അശോക സ്തംഭത്തിൽ ഇരുവശത്തുമായി നിൽക്കുന്ന ആനകൾ. അതാണ് നമ്മുടെ ഔദ്യോഗിക മുദ്ര എന്ന് പറയുന്നത്. അപ്പൊ നോക്കാം, ഔദ്യോഗിക മൃഗം എന്ന് പറയുന്നത് എന്താണ്? ആനയാണ് അല്ലെ. അപ്പൊ ഔദ്യോഗിക പക്ഷി മലമുഴക്കി വേഴാമ്പലാണ്. നമ്മുടെ ഔദ്യോഗിക വൃക്ഷം തെങ്ങാണ്. അപ്പൊ നമ്മുടെ പാനീയം ഏതാണ്? ഇളനീരാണ്. ഔദ്യോഗിക പുഷ്പം കണിക്കൊന്നയാണ്. നമുക്കറിയാലോ വിഷു. അപ്പൊ ഔദ്യോഗിക പുഷ്പം ഏതാണ്? കണിക്കൊന്നയാണ്. ഔദ്യോഗിക ഫലം ചക്ക. ചിത്രശലഭം ബുദ്ധമയൂരി. തവള പാതാളത്തവള. മുദ്ര അശോക സ്തംഭത്തിൽ ഇരുവശത്തും നിൽക്കുന്ന ആനകൾ. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. നമുക്ക് ഇതില് പല ഭാഗങ്ങളും നമുക്ക് തെറ്റിപ്പോവാവുന്ന
തരത്തിലുള്ളത് തന്നെയാണ്. ഏറ്റവും കുറവ് കൂടുതൽ എന്ന് ചോദിച്ചിട്ടുള്ള വലിയ ജില്ല, ചെറിയ ജില്ല, വലിയ താലൂക്ക്, ചെറിയ താലൂക്ക്, ഇതൊക്കെ നമുക്ക് വീണ്ടും 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 കേട്ടാൽ മാത്രം മനസ്സിലാവുന്നതാണ്. അല്ലെങ്കിൽ വീണ്ടും ഇരുന്ന് പഠിച്ചാൽ കൂടി നമുക്ക് വീണ്ടും തെറ്റും. അപ്പൊ നമ്മൾ വീണ്ടും വീണ്ടും നമ്മൾ ഫ്രീ ടൈമിൽ അല്ലെങ്കിൽ നമ്മൾ വേറെ ഏതെങ്കിലും ജോലി ചെയ്യുന്ന സമയത്തോ ഇത് ഓൺ ചെയ്ത് വെക്കണമെന്ന് നമുക്ക് വീണ്ടും പഠിക്കാൻ ഇത്തിരി കൂടി എളുപ്പമായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ അതുപോലെ നോക്കുക. അതിൽ നമുക്ക് ഈ ഭാഗം ഒന്നുകൂടെ നോക്കി പോവാ. ഏറ്റവും ജനസംഖ്യ കൂടുതലുള്ള ജില്ല ഏതാണ്? മലപ്പുറം. ജനസംഖ്യ കുറവുള്ള ജില്ല വയനാട്. ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല മലപ്പുറം, 94 ഗ്രാമപഞ്ചായത്ത്. ഏറ്റവും കുറവ് ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല വയനാട്, 23 ഗ്രാമപഞ്ചായത്ത്. ഏറ്റവും വിസ്തീർണം കൂടിയ മുനിസിപ്പാലിറ്റി തിരുവനന്തപുരം. ഏറ്റവും കുറവ് വിസ്തീർണമുള്ള മുനിസിപ്പാലിറ്റി ആലുവ. ഏറ്റവും വലിയ താലൂക്ക് ഏറനാട് മലപ്പുറം. ഏറ്റവും ചെറിയ താലൂക്ക് കുന്നത്തൂർ കൊല്ലം. കേരളത്തിലെ ഏറ്റവും കൂടുതൽ താലൂക്കുകളുള്ള ജില്ലകൾ ഏതൊക്കെയാണ്? മലപ്പുറം, എറണാകുളം, തൃശ്ശൂർ. ഇവിടെ 7 താലൂക്കുകളാണ് ഉള്ളത്. ഏറ്റവും കുറവ് താലൂക്കുകളുള്ള ജില്ല വയനാടാണ്. ജനസംഖ്യ ഏറ്റവും കൂടുതലുള്ള താലൂക്ക് എന്ന് പറയുന്നത് കോഴിക്കോടാണ്. ജില്ലയല്ല, താലൂക്കാണ്. ജനസംഖ്യ ഏറ്റവും കൂടുതലുള്ള താലൂക്ക് ചോദിച്ചാൽ കോഴിക്കോടും, ജില്ല ചോദിച്ചാൽ മലപ്പുറമാണ്. ജനസംഖ്യ ഏറ്റവും കുറവുള്ള താലൂക്ക് മല്ലമ്പള്ളി. ജനസംഖ്യ വളർച്ചാ നിരക്ക് ഏറ്റവും കൂടുതലുള്ള ജില്ല മലപ്പുറം. ജനസംഖ്യ വളർച്ചാ നിരക്ക് ഏറ്റവും കുറവുള്ള ജില്ല പത്തനംതിട്ട. ജനസംഖ്യ ഏറ്റവും കൂടുതലുള്ള വില്ലേജ് കണ്ണൻദേവൻ ഹിൽസ്. ജനസംഖ്യ ഏറ്റവും കുറവുള്ള വില്ലേജ് മ്ലാപ്പാറ, ഇടുക്കി. ഏറ്റവും ജനസംഖ്യയുള്ള കോർപ്പറേഷൻ തിരുവനന്തപുരം. ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ കോർപ്പറേഷൻ തൃശ്ശൂര്. ജനസാന്ദ്രത ഏറ്റവും കൂടുതലുള്ള ജില്ല തിരുവനന്തപുരം. ജനസാന്ദ്രത ഏറ്റവും കുറവുള്ള ജില്ല ഇടുക്കി. ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ നഗരവാസികളുള്ള ജില്ല എറണാകുളം. ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കുറവ് നഗരവാസികളുള്ള ജില്ല പത്തനംതിട്ട. പട്ടികജാതിക്കാർ ഏറ്റവും കൂടുതലുള്ളത് പാലക്കാട്. ഏറ്റവും കുറവുള്ളത് വയനാട്. പട്ടികജാതി നിരക്ക് ഏറ്റവും കൂടുതലുള്ളത് പാലക്കാട്. പട്ടികജാതി നിരക്ക് ഏറ്റവും കുറവുള്ളത് കണ്ണൂര്. പട്ടികവർഗക്കാർ ഏറ്റവും കൂടുതലുള്ള ജില്ല വയനാട്. പട്ടികവർഗക്കാർ ഏറ്റവും കുറവുള്ള ജില്ല ആലപ്പുഴ. പട്ടികവർഗക്കാർ ഏറ്റവും കൂടുതലുള്ള ജില്ല വയനാട്. പട്ടികവർഗക്കാർ ഏറ്റവും കുറവുള്ള ജില്ല ആലപ്പുഴ. പട്ടികവർഗ നിരക്ക് ഏറ്റവും കൂടുതലുള്ള ജില്ല വയനാട്. പട്ടികവർഗ നിരക്ക് ഏറ്റവും കുറവുള്ള ജില്ല ആലപ്പുഴ. നമ്മുടെ കേരളത്തിലെ 14 ജില്ലകളിൽ 14 ജില്ലാ പഞ്ചായത്തുകളുണ്ട്. 152 ബ്ലോക്ക് പഞ്ചായത്തുകളുണ്ട്. 941 ഗ്രാമപഞ്ചായത്തുകളുണ്ട്. 27 റവന്യൂ ഡിവിഷനുണ്ട്. റവന്യൂ വില്ലേജുകൾ 1664 റവന്യൂ വില്ലേജുകളുണ്ട്. 78 താലൂക്കുകളുണ്ട്. 6 കോർപ്പറേഷൻ ഉണ്ട്. ഏതൊക്കെയാണത്? തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട്, കൊല്ലം, തൃശ്ശൂർ, കണ്ണൂർ എന്നിവയാണവ. 87 മുനിസിപ്പാലിറ്റികളുണ്ട്. ഒരു കണ്ടോൺമെന്റ് ഉണ്ട് കണ്ണൂര്. 20 ലോക്സഭാ മണ്ഡലങ്ങൾ, 20 സീറ്റുകൾ. അതിൽ സംവരണ സീറ്റുകൾ 2 എണ്ണമാണ്. ആലത്തൂരും മാവേലിക്കരയുമാണ്. രാജ്യസഭാ സീറ്റുകൾ എത്രയാണ്? 9 രാജ്യസഭാ സീറ്റുകൾ. നിയമസഭാ മണ്ഡലങ്ങൾ 140. അതിൽ അംഗങ്ങൾ 140. നിയമസഭാ പട്ടികജാതി സംവരണം 14. 140 അപൂജ്യം വെട്ടിയാൽ മതി. 14 നിയമസഭ പട്ടികജാതി സംവരണം. പട്ടികവർഗ സംവരണം 2 എണ്ണം. സുൽത്താൻ ബത്തേരി, മാനന്തവാടി. കേരളത്തിലെ തെക്കേ അറ്റത്തെ ജില്ല തിരുവനന്തപുരം. വടക്ക് കാസർഗോഡ്. തെക്കേ അറ്റത്തുള്ള താലൂക്ക് നെയ്യാറ്റിൻകര. വടക്ക് അറ്റത്തുള്ള താലൂക്ക് മഞ്ചേശ്വരം. തെക്കേ അറ്റത്തുള്ള അസംബ്ലി മണ്ഡലം പാറശാല. വടക്കേ അറ്റത്തുള്ള അസംബ്ലി മണ്ഡലം മഞ്ചേശ്വരം. കേരളത്തിൽ തെക്കേ അറ്റത്തുള്ള ലോക്സഭാ മണ്ഡലം തിരുവനന്തപുരം. വടക്കേ അറ്റത്തുള്ള ലോക്സഭാ മണ്ഡലം കാസർഗോഡ്. തെക്കേ അറ്റത്തുള്ള ഗ്രാമപഞ്ചായത്ത് പാറശാല. വടക്കേ അറ്റത്തുള്ള ഗ്രാമപഞ്ചായത്ത് മഞ്ചേശ്വരം. തെക്കേ അറ്റത്തുള്ള ഗ്രാമം കളിയിക്കാവിള. വടക്കേ അറ്റത്തുള്ള ഗ്രാമം തലപ്പാടി. കേരളത്തിലെ തെക്കേ അറ്റത്തുള്ള കോർപ്പറേഷൻ തിരുവനന്തപുരം. വടക്കേ അറ്റത്തുള്ള കോർപ്പറേഷൻ കണ്ണൂര്. കേരളത്തിലെ തെക്കേ അറ്റത്തെ നിയമസഭാ മണ്ഡലം നെയ്യാറ്റിൻകര. വടക്കേ അറ്റത്തെ നിയമസഭാ മണ്ഡലം മഞ്ചേശ്വരം. കേരളത്തിലെ തെക്കേ അറ്റത്തെ വന്യജീവി സങ്കേതം നെയ്യാറ്. വടക്കേ അറ്റത്തെ വന്യജീവി സങ്കേതം ആറളം. കേരളത്തിലെ തെക്കേ അറ്റത്തെ നദി നെയ്യാറ്. വടക്കേ അറ്റത്തെ മഞ്ചേശ്വരം. കേരളത്തിലെ തെക്കേ അറ്റത്തെ തടാകം വേളി. വടക്കേ അറ്റത്തെ ഉപ്പളക്കായൽ. കേരളത്തിലെ തെക്കേ അറ്റത്തെ ശുദ്ധജല തടാകം വെള്ളായണിക്കായൽ. വടക്ക് പൂക്കോട്ട് തടാകം. കേരളത്തിലെ സ്ത്രീ പുരുഷാനുപാതം 1084 1000 എന്ന കണക്കിലാണ്. 2011 സെൻസസ് പ്രകാരം സ്ത്രീ പുരുഷാനുപാതം ഏറ്റവും കൂടുതലുള്ളത് കണ്ണൂര്, കുറവുള്ളത് ഇടുക്കി. കേരളത്തിലെ കുട്ടികളുടെ ലിംഗാനുപാതം 964. കേരളത്തിൽ വനപ്രദേശം കൂടുതലുള്ള ജില്ല ഇടുക്കി. വനപ്രദേശം കുറവുള്ളത് ആലപ്പുഴ.
കിഴക്കോട്ട് ഒഴുകുന്ന 3 നദികളാണുള്ളത്. ഭവാനി, കബനി, ഭവാനി, പാമ്പാർ എന്നതാണ്. 44 നദിയാണുള്ളത്. അതിൽ 3 കിഴക്കോട്ടും 41 പടിഞ്ഞാറോട്ടും ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയത് പെരിയാറാണ്, 244 കിലോമീറ്റർ. ഏറ്റവും നീളം കുറഞ്ഞത് മഞ്ചേശ്വരം പുഴയാണ്, 16 കിലോമീറ്റർ ആണ്. ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദി മഞ്ചേശ്വരവും ഏറ്റവും വടക്കേ അറ്റത്തുള്ള നദി മഞ്ചേശ്വരവും ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദി നെയ്യാറുമാണ്. നമ്മുടെ ഔദ്യോഗികമായിട്ടുള്ള മൃഗം ആന, പക്ഷി മലമുഴക്കി വേഴാമ്പൽ, മത്സ്യം കരിമീൻ, വൃക്ഷം തെങ്ങ്, പുഷ്പം കണിക്കൊന്ന, പാനീയം ഇളനീര്, ഫലം ചക്ക, ചിത്രശലഭം ബുദ്ധമയൂരി, തവള പാതാള തവള, മുദ്ര അശോകസ്തംഭം. അശോകസ്തംഭത്തിൽ ഇരുവശത്തുമായി നിൽക്കുന്ന ആനകൾ. ഓക്കെ, ഇതാണ് ഇന്നത്തെ ക്ലാസ്സുകൾ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു ക്ലാസ്സുമായി വരുന്നവരെ ഓക്കെ ബൈ.